ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാനൊരു കാര്യം പെട്ടെന്ന് പറഞ്ഞിട്ട് പോകാൻ വേണ്ടി വന്നതാണ്. കുറച്ച് ഇൻസിഡൻസ് ഒക്കെ ഉണ്ടായി. അപ്പോൾ ഞങ്ങൾ മുമ്പ് ട്രാവൻകൂർ ഹെറിറ്റേജിൻ്റെ എനിക്കൊന്നൊരു 3-4 ഡേയ്സ് മുമ്പ് ഒരു ട്രാവൻകൂർ ഹെറിറ്റേജിൻ്റെ റിസോർട്ട് റിവ്യൂ ഇട്ടായിരുന്നു. അപ്പോൾ അതിൽ റീസെൻ്റായിട്ട് കുറച്ച് ബാഡ് കമൻസ്, നെഗറ്റീവ് കമൻസ്. അപ്പോൾ ആ റിസോർട്ടിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ സൈഡിൽ നിന്നാണോ അവിടെ വർക്ക് ചെയ്യുന്നവരാണോ ലിങ്ക്ഡ് ആണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു, എനിക്ക് കമൻസ് കണ്ടിട്ട് തോന്നുന്നു അങ്ങനെയാണ്. അതുപോലെ മെസ്സേജസും ഇതൊക്കെ ഭയങ്കര ഒരു ബാഡ് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് രീതിയിൽ വരാൻ തുടങ്ങി. അപ്പോൾ അതൊന്ന് ക്ലാരിഫൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. കാരണം ആ റിസോർട്ടിൻ്റെ വീഡിയോ കണ്ടവർക്കും അങ്ങനത്തെ ഡൗട്ട്സൊക്കെ തോന്നാം. അപ്പോൾ ഞാൻ എന്തായാലും അത് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് കമൻറ്റ് കേട്ടോ. ഫസ്റ്റ് കമൻറ്റിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, രമേശ് F&B, അതായത് ഫുഡ് ആൻഡ് ബെവറേജസ്, അവിടുത്തെ ആണോ വേറെ ഏതെങ്കിലും ഹോട്ടലിലാണോ എന്നൊന്നും അറിയില്ല. എന്തായാലും വേറെ ഹോട്ടലിലാണെങ്കിൽ പുള്ളി വർക്ക് ചെയ്യുന്ന ഹോട്ടലിൽ വരുന്ന കസ്റ്റമേഴ്സ് ഭയങ്കര ലക്കിയാണ്. ഇതിൽ പുള്ളി പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ എക്സ്പെക്ട് ഫ്രീ ഫുഡ് ആൻഡ് കോംപ്ലിമെൻ്ററി റൂം സോ ദാറ്റ് ഹീ പുട്ട് എ പോസിറ്റീവ് റിവ്യൂ. ഓക്കെ, ശരിക്കും ഇത് കണ്ടിട്ട് എനിക്ക് ചിരിയാണ് വന്നത്. ഞങ്ങളുടെ റിസോർട്ട് റിവ്യൂവിൻ്റെ വീഡിയോ ഫുള്ള് കണ്ടവർക്ക് മനസ്സിലാവും. ഞങ്ങൾ അതിനകത്ത് കുറച്ച് പോസിറ്റീവ്സ്, കൂടുതലും പോസിറ്റീവ്സ് ആണ്, പിന്നെ കുറച്ച് നെഗറ്റീവ്സ്, എസ്പെഷ്യലി ഈ F&B ഏരിയയിൽ നിന്ന്, ഫുഡ് ആൻഡ് ബിവറേജസ് ഏരിയയിൽ നിന്ന് കുറച്ച് മോശമായിട്ടുള്ള കസ്റ്റമർ സർവീസ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തു. നമുക്ക് എന്തായാലും പുള്ളിയുടെ കമൻറ്റിൽ നിന്ന് മനസ്സിലാവുന്നത്, ഫ്രീ ആയിട്ട് ഫുഡും കോംപ്ലിമെൻ്ററി ആയിട്ട് റൂമും കൊടുത്താലേ ഇവൻ പോസിറ്റീവ് റിവ്യൂ ഇടൂ എന്നാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫ്രീ ഫുഡെന്ന് പറയാനായിട്ട് പറ്റത്തില്ല. കാരണം അവർ അൺലിമിറ്റഡ് ഫുഡ് അല്ലെങ്കിൽ ഫുഡ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഡേ ഔട്ട് പാക്കേജാണ് നമ്മൾ എടുത്തത്. അതിന് 1121 രൂപയാണ് അതിൻ്റെ ചാർജ്. മുൻപാണ് എടുക്കുന്നതെങ്കിൽ ഈ ഒരു പാക്കേജിനുള്ളിൽ ബൊഫേ ലഞ്ച് വരും, അതുപോലെ സ്വിമ്മിംഗ് പൂൾ യൂസേജ് വരും, അതുപോലെ അവിടുത്തെ ആ ഒരു റിസോർട്ട് ഏരിയ മൊത്തം ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ ഇത്തവണ അങ്ങനെ ഒന്നും ഇല്ല. ഫ്രീ ഫുഡെന്ന് പുള്ളി പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്യുന്ന സമയത്ത്, പുള്ളിയാണോ എന്നറിയില്ല, അവിടുത്തെ ഒരു F&B മാനേജറോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആയിരിക്കും, ഞങ്ങൾ റിസോർട്ടിൽ ചെന്ന ഉടനെ തന്നെ ഫുഡ് ഓർഡർ ചെയ്യാനായിട്ട് ഒരു ലിമിറ്റഡ് മെനു ആയിട്ട് ഒരാൾ വന്നു. അപ്പോൾ ആ ലിമിറ്റഡ് മെനു കണ്ടപ്പോഴത്തേക്കും ഓക്കെ ഓർഡർ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഒരു ഐറ്റമേ എടുക്കാൻ പറ്റൂ, ഒരു ഐറ്റം 2 ഐറ്റം അങ്ങനെയൊക്കെ സെലക്ട് ചെയ്യാൻ പറ്റും, മെയിൻ കോഴ്സ്, സൂപ്പ്, ഡിസേർട്ട് അങ്ങനെയൊക്കെ. അപ്പോഴേ ഞാൻ കുറച്ച് ഡിസപ്പോയിൻറ്റഡ് ആയി. പക്ഷെ ഞാൻ വിചാരിച്ചു കുഴപ്പമില്ല, ഓർഡർ ചെയ്യാം. എന്നിട്ട് ഞാൻ ചിക്കൻ കറി, ഞങ്ങൾ 6 പേരും 2 കുട്ടികളും ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ചിക്കനിൽ ഒരു ഐറ്റം മാത്രമേ ഉള്ളൂ, ചിക്കൻ കറി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു 5 പ്ലേറ്റ് ചിക്കൻ കറി നമുക്ക് വേണ്ടി വരുമായിരിക്കും. അപ്പോൾ പുള്ളി പറഞ്ഞു ഇല്ല, അത് ഭയങ്കരമായിട്ട് കൂടിപ്പോകും, ഒരു പ്ലേറ്റിൽ 4 പീസ് വെച്ച് വരും, നിങ്ങൾക്കത് ഓവറായി പോകും, ഫുഡ് വേസ്റ്റായി പോകും എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി അത് 3ഓ 4ഓ ആക്കി. പക്ഷേ ഉച്ചയ്ക്ക് അത് ഓർഡർ ചെയ്ത് വന്നപ്പോഴത്തേക്കും എനിക്ക് എൻ്റെ അടുത്ത് കൊണ്ടുവച്ച ആ ഒരു ചിക്കൻ കറിക്കകത്ത് ആകെ 1 പീസാണ് ഉണ്ടായിരുന്നത്. അതുപോലെ ഞങ്ങൾ ഈ 6 പേർക്ക് ഒരു 2 പീസ് വെച്ച് പോലും എടുക്കാൻ പറ്റാത്ത രീതിയിലാണ് ഇവർ പറഞ്ഞിരിക്കുന്ന ഈ ഒരു 4ഓ 5ഓ ചിക്കൻ കറി സെർവ് ചെയ്തത്. അപ്പോൾ പുള്ളി ആദ്യം തന്നെ ഞങ്ങളെ ഫൂളാക്കുമായിരുന്നു. പിന്നെ അടുത്ത ഒരു ബാഡ് ഇത് തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഐസ്ക്രീം ഡിസേർട്ടിൻ്റെ സെക്ഷനിൽ വന്നപ്പോഴത്തേക്കും അതിൽ ഐസ്ക്രീം, ഫ്രൂട്ട് സാലഡ്, ഗുലാബ് ജാമുൻ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോർമലി നമ്മളൊരു പാക്കേജ് എടുക്കുമ്പോഴത്തേക്കും അതിൽ ബൊഫേ ഉണ്ടാവും, അതിൽ അൺലിമിറ്റഡ് ഡിസേർട്ട്സ് ഉണ്ടാവും. അൺലിമിറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഉദ്ദേശിക്കുന്ന ഫ്രീ ഫുഡ് അതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ നോർമലി കഴിക്കാറുള്ള ഫ്രൂട്ട് സാലഡ് പ്ലസ് ഐസ്ക്രീം, ഗുലാബ് ജാമുൻ പ്ലസ് ഐസ്ക്രീം അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ പറയാനായിട്ടുള്ളൊരു പ്ലാനിൽ വന്നപ്പോഴേ പുള്ളി പറഞ്ഞു ഇത് നിങ്ങൾക്ക് ഒരു ഐറ്റം മാത്രമേ തരും. അപ്പോഴേ ഞങ്ങൾ കുറച്ച് ഡിസപ്പോയിൻറ്റഡ് ആയി. കാരണം പിള്ളേരൊക്കെ ഉള്ളതാണ്, അവരിതൊക്കെ കാണുമ്പോഴത്തേക്ക് അവർ ഉറപ്പായിട്ടും ഗുലാബ് ജാമുനൊക്കെ ട്രൈ ചെയ്യണമെന്ന് പറയും. അപ്പോൾ അങ്ങനെയും തരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് പുള്ളി ഫ്രീ ഫുഡ് എന്ന് പറയുന്നത്. അതുപോലെ ഞാൻ അപ്പം തന്നെ ചോദിച്ചു, ആ സമയത്ത് ഉച്ചയ്ക്ക് വന്നിരുന്ന് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഫുഡ് കിട്ടത്തില്ല. അപ്പോൾ പറഞ്ഞു അതിന് ഒരുപാട് ഡിലേ വരും. അപ്പോൾ ഡിലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്നിരുന്നപ്പോൾ തൊട്ട് ഓരോ ഐറ്റം സെർവ് ചെയ്യാൻ എടുത്തത് ഒരു 20 to 30 മിനിറ്റ്സ് ആണ് അവർ ഒരു ഡിലേ എന്ന് പറയുന്നത്. മീൻസ് നമ്മൾ പ്രീ ഓർഡർ ചെയ്ത ഫുഡ് സെർവ് ചെയ്യാൻ തന്നെ അത്രയും ഡിലേ ഉള്ളത് നമ്മൾ പിന്നെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അന്നത്തെ ദിവസം മൊത്തം അവിടെ ഇരിക്കേണ്ടി വരും. അപ്പോൾ അത് അവർ തരത്തില്ല. അപ്പോൾ ആദ്യം തൊട്ട് ഈ ഫുഡ് ലിമിറ്റിംഗ് തുടങ്ങി. അത് ഈ F&B മാനേജറോ ഈ രമേശോ അല്ലെങ്കിൽ രമേശിൻ്റെ സുഹൃത്തോ ആരെങ്കിലുമൊക്കെ ആയിരിക്കും, എനിക്കറിയില്ല. പിന്നെ കോംപ്ലിമെൻ്ററി റൂമിൻ്റെ കാര്യം അതും ഞാൻ പറഞ്ഞു തരാം. ഞങ്ങൾ പൂവാർ ഐലൻഡ് റിസോർട്ടിൽ പോയപ്പോഴത്തേക്കും അവർ കോംപ്ലിമെൻ്ററി റൂം തന്നു. അപ്പോൾ 7-8 പേരാണ് പോയത്. അപ്പോൾ ഇവിടെ ഞങ്ങളത് എക്സ്പെക്ട് ചെയ്തു. ഞാൻ വിളിച്ച് എൻക്വയറി നടത്തിയ സമയത്തൊന്നും പുള്ളി പറഞ്ഞില്ല. സാധാരണ ഡേ ഔട്ട് പാക്കേജ് എടുക്കുന്നവരോട് അവർ പറയണം നിങ്ങൾക്ക് റൂമില്ല, നിങ്ങൾ 15 പേരെ വിളിച്ചുകൊണ്ട് വന്നാലേ പറ്റൂ,
അതായത് ഫാമിലി ആയിട്ട് വരുന്ന ആർക്കും ഇവർ കോംപ്ലിമെൻ്ററി റൂം കൊടുക്കത്തില്ല. കാരണം ഒരു 15 പേരൊക്കെ ഒരു ഫാമിലിയിൽ വരത്തില്ല. ഞങ്ങളൊരു ഫാമിലി ആയിട്ടാണ് പോയത്. റൂം ചോദിക്കാനും കാരണമുണ്ട്, കുട്ടികളാണുള്ളത്. ഒരു കുട്ടിക്ക് 3 വയസ്സും ഒരു കുട്ടിക്ക് 7 വയസ്സും. അവർ പെട്ടെന്ന് ടയേർഡാവും. അവർക്ക് ജസ്റ്റ് ഒന്ന് കിടക്കണം, അല്ലെങ്കിൽ ഒന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്യേണ്ട അവസ്ഥയൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് റൂം ഇല്ലാതെ. അപ്പോൾ ഇവർ ഫ്രീ റൂം എന്നൊക്കെ പറയുന്നു. ഞങ്ങൾ കാശ് കൊടുത്തിട്ടാണ് അവിടെ നിന്നത്. ഈ വീഡിയോ ഞങ്ങൾ ഫ്രീ ആയിട്ടൊന്നും അല്ല ചെയ്തത്. ഒരാൾക്ക് 1121 രൂപ വെച്ച് വാങ്ങിച്ചു. കുട്ടിക്ക് എനിക്ക് തോന്നുന്നു 562. പിന്നെ ഒരു കുട്ടിക്ക് കോംപ്ലിമെൻ്ററി ആയതുകൊണ്ടായിരിക്കും ആ കുട്ടിക്ക് വലുതായിട്ടൊന്ന് സെർവ് ചെയ്യാനോ ഡിഷസ് കൊടുക്കാനോ ഐസ്ക്രീം കൊടുക്കാനോ ഒന്നും ഒരു താല്പര്യം അവർ കാണിച്ചില്ല. അതാണ് മറ്റൊരു കാര്യം. അപ്പോൾ ഞാനതിന് റിപ്ലൈ ആയിട്ട് കൊടുത്തു. റിപ്ലൈ കൊടുത്തൊരു കുറച്ച് ഹാർഷായിപ്പോൾ എന്ന് എനിക്കറിയാം. പക്ഷേ എനിക്കതിൽ കുറ്റബോധമില്ല. ട്രിവാൻഡ്രത്തുള്ള എല്ലാ റിസോർട്ട്സിലും ഓൾമോസ്റ്റ് പോയിട്ടുണ്ട് ഈ ഒരു ടൈമിനകത്ത്. പക്ഷേ എല്ലാം നല്ല ബെറ്റർ കസ്റ്റമർ സർവീസാണ്. അപ്പോൾ പുള്ളി റിപ്ലൈ ചെയ്തിട്ടുണ്ട്, യുവർ ക്വാളിറ്റി കംസ് ഔട്ട് ബ്രോ, താങ്ക് യു. അപ്പോൾ എൻ്റെ ക്വാളിറ്റി പുള്ളി കണ്ടുപിടിച്ചു എന്നുള്ള ഇതിലാണ് പറയുന്നത്. പക്ഷേ പുള്ളിയുടെ ക്വാളിറ്റി ഫസ്റ്റ് കമൻറ്റിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അതുപോലെ ഞാൻ പറഞ്ഞു, യുവർ ക്വാളിറ്റി ഓൾ ഓഫ് us എക്സ്പീരിയൻസ് അറ്റ് ദ റിസോർട്ട് ബ്രോ, വി വിൽ നെവർ റെക്കമെൻഡ് ഓർ വിസിറ്റ് ദിസ് റിസോർട്ട് അഗെയിൻ. അതായത് ഇനി വരില്ല, ഇനി എന്തായാലും ഞങ്ങൾ വിസിറ്റ് ചെയ്യില്ല, അത്രയ്ക്കൊരു ഇതായിരുന്നു. ഇറ്റ്സ് നോട്ട് മൈ റിസോർട്ട്. പുള്ളിയുടെ റിപ്ലൈ ആണ്, ഇറ്റ്സ് നോട്ട് മൈ റിസോർട്ട്, ഐ യൂസ് ടു വർക്ക് ദെയർ ബിഫോർ ബ്രോ, യു ക്യാൻ ഓൾവേസ് എൻക്വയർ അബൌട്ട് ദ ഇൻക്ലൂഷൻസ് ബിഫോർ യു ടേക്ക് എ പാക്കേജ്. അതായത് നമ്മളെല്ലാം ചോദിക്കണം, അവരൊന്നും പറഞ്ഞു തരില്ല. റിസോർട്ടിൽ നിങ്ങൾ വന്നോ, നിങ്ങൾക്ക് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്യും എന്നുള്ളതാണ്. അതായത് അവരൊന്നും ഇങ്ങോട്ട് പറഞ്ഞു തരില്ല, എല്ലാം നമ്മൾ ചോദിച്ച് മനസ്സിലാക്കി. ഈവൻ ഫുഡ് പോലും അവർ ലിമിറ്റ് ചെയ്ത് തരും. ഒരാൾക്ക് ഒരു പ്ലേറ്റ് പോലും ഓർഡർ ചെയ്യാനുള്ള ഒരു ഫ്രീഡം തരില്ല എന്നുള്ളതൊക്കെ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ പിന്നെ പുള്ളിയുടെ കുറച്ച് കൂട്ടുകാരെ കൊണ്ടൊന്ന് റിവ്യൂ ചെയ്യിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അതെനിക്ക് കൂട്ടുകാരാണെന്ന് മനസ്സിലാവാനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പുള്ളി തന്നെ റിപ്ലൈ ചെയ്യുന്നുണ്ട്. ഒരു എവരിബഡി ഈസ് എ ജീനിയസ് എന്ന് പറഞ്ഞൊരു ചേട്ടൻ ഇട്ടിട്ടുണ്ട്. അതിലും ഇതൊക്കെ തന്നെയാണ് പറയുന്നത്. അതായത് 10 പേര് താഴെയുള്ളവർക്ക് ബൊഫേ തയ്യാറാക്കൊന്നും പറ്റില്ല. അതൊക്കെ ഓക്കെയാണ്, നമുക്ക് മനസ്സിലാവും. പക്ഷെ നിങ്ങൾ ഈ കമൻറ്റ് ചെയ്യുന്നവരും നമ്മുടെ രമേശ് FNB ചേട്ടനൊക്കെ നിങ്ങൾ ഒരു ദിവസം പൂവാർ ഐലൻഡ് റിസോർട്ടിൽ പോയി നോക്കണം. വേണമെങ്കിൽ കാശ് ഞാൻ തരാം. എന്നിട്ട് അവരുടെ കസ്റ്റമർ സർവീസ് എങ്ങനെയാണെന്ന് നോക്കുക. പൂവാർ ഐലൻഡ് റിസോർട്ടിൽ എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അവിടെ ഉള്ള ഡിഷസ് എല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്നത്. ഞങ്ങളുടെ അടുത്ത് ലിമിറ്റഡ് മെനു കൊണ്ടുവന്നിട്ട് സെലക്ട് ചെയ്യാനൊന്നും പറഞ്ഞില്ല. എല്ലാ ഡിഷസും അവർ സെർവ് ചെയ്തു. അതിൻ്റെ കൂടെ അവിടുത്തെ FNB മാനേജർ, എനിക്ക് പുള്ളിയുടെ പേരറിയില്ല, പുള്ളി വന്നിട്ട് പറഞ്ഞു, സാറിന് ഇനി എന്ത് വേണമെങ്കിലും നിങ്ങൾ ഓർഡർ ചെയ്താൽ മതി, അപ്പോൾ വിത്തിൻ മിനിറ്റ്സ് പ്രിപ്പയർ ചെയ്ത് തരാം. അങ്ങനെ ഞങ്ങൾ 1-2 ഡിഷ് ഓർഡർ ചെയ്തു. കാരണം ചിക്കൻ ഒന്നും തികഞ്ഞില്ല. വിത്തിൻ 5-10 മിനിറ്റ്സ് തന്നെ അവർ നമ്മൾ ഓർഡർ ചെയ്ത ഡിഷസൊക്കെ കൊണ്ടുവന്നു. അപ്പോൾ ഫുഡിൻ്റെ കാര്യത്തിൽ ഭയങ്കര പെർഫെക്റ്റ് ആണ്. നിങ്ങൾ ജസ്റ്റ് ഒരു ദിവസം പൂവാർ ഐലൻഡ്, FNB മാനേജറും എല്ലാവരും നിങ്ങൾ ഒരു ദിവസം പൂവാർ ഐലൻഡ് റിസോർട്ടിൽ പോയി നോക്കൂ. ഞാൻ ഈ എല്ലാ റിസോർട്ടിലും പോയിട്ടുണ്ട്, പൂവാർ ഐലൻഡിലും എല്ലാം. ഞങ്ങൾ ഇനി അവിടെ പോകും. അത്രയ്ക്ക് നല്ല സർവീസാണ്. ഇതിലതൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ബൊഫേ പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല. അതുപോലെ 15 പേരുണ്ടെങ്കിൽ ചേഞ്ചിങ് റൂം തരാൻ പറ്റുമെന്നാണ് ഇതിലും ഈ ചേട്ടൻ പറയുന്നത്. എവരിബഡി ഈസ് എ ജീനിയസ്. അപ്പോൾ ചേട്ടനോടും പറയാനുള്ളത് ഇതാണ്, നിങ്ങൾ പൂവാർ ഐലൻഡ് റിസോർട്ടിൽ ഒരു ദിവസം പോയി നോക്കൂ. 6-7 പേരായിട്ട് പോയാലും അവർ റൂം തരും, നല്ല ഫുഡും തരും. ഫുഡ് നമുക്ക് ഇഷ്ടമുള്ളത് തരും. കാരണം ബൊഫേ ഇല്ല, ഒബ്വിയസ്ലി നമുക്ക് ഓർഡർ ചെയ്യാനുള്ള ഫ്രീഡം എങ്കിലും തരണം. കാരണം നമ്മൾ ഇത്രയും വലിയൊരു എമൗണ്ട് കൊടുക്കുകയാണ്, അല്ലാതെ ഫ്രീ ആയിട്ട് വലിഞ്ഞേറി ചെന്നിട്ട് ഫുഡ് താന്ന് പറയുകയല്ല. നമ്മുടെ FNB ചേട്ടൻ്റെ ഒരു കൂട്ടുകാരൻ വേറെ എവിടെയോ ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ട്, അതേ കിടക്കുന്നു. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത്, ബീൻ ടു ദ റിസോർട്ട് മെനി ടൈംസ്, എക്സലൻറ്റ് ഫുഡ് ആൻഡ് സർവീസ്, വാല്യൂ ഫോർ മണി. നമ്മുടെ ജയേഷ് കുമാർ ചേട്ടനാണ് പറഞ്ഞിരിക്കുന്നത്. എന്ത് വാല്യൂ ഫോർ മണിയാണ് നിങ്ങൾ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. 1121 രൂപ തന്നിട്ട് ഫുഡ് പോലും ഓർഡർ ചെയ്യാൻ ലിമിറ്റ് ചെയ്യുന്നു. അതുപോലെ ഐസ്ക്രീം തരില്ല. ഐസ്ക്രീം 2 സ്കൂപ്പേ ഉള്ളൂ. ഐസ്ക്രീം, ഗുലാബ് ജാമുൻ, ഫ്രൂട്ട് സാലഡ്. ഇത് 3 ഏതെങ്കിലും ഒന്നേ എടുക്കാൻ പറ്റും. ഐസ്ക്രീം എടുത്താൽ 2 സ്കൂപ്പേ തരും. അപ്പോൾ കൂടെ പിള്ളേരൊക്കെ ഉള്ളതാണ്. ഇപ്പോൾ ഒരു ഐസ്ക്രീം ഒരു സ്കൂപ്പും കൂടെ കഴിക്കണമെന്ന് തോന്നിയാൽ ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. അതൊക്കെ ഭയങ്കര മോശമാണ്. മീൻസ് നിങ്ങൾക്ക് പറയാം, ഒരു സ്കൂപ്പും കൂടെ എക്സ്ട്രാ തരാൻ 100 രൂപ എനിക്ക് വേണം സാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാശിന് അത്രയും ബുദ്ധിമുട്ടാണെങ്കിൽ പറഞ്ഞാൽ മതി. ഞങ്ങൾ 100 അല്ല 200 രൂപ പെർ സ്കൂപ്പ് ചോദിച്ചാലും ഞങ്ങൾ തന്നേനെ. കാരണം പിള്ളേരൊക്കെയാണ്, അവർ ഇപ്പോൾ ജസ്റ്റ് അവർക്ക് 2 സ്കൂപ്പ് കഴിച്ച് കഴിയുമ്പോൾ 1 സ്കൂപ്പും കൂടെ കഴിക്കാനായിട്ടുള്ള ഒരു ആഗ്രഹം വരും. അല്ലെങ്കിൽ അവർക്ക് ഐസ്ക്രീമും ഗുലാബ് ജാമുനും കൂടെ മിക്സ് ചെയ്ത് കഴിക്കാനുള്ള ഒരു ആഗ്രഹം തോന്നും. അതൊക്കെ ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളതാണ് പിള്ളേരായിരുന്നപ്പോഴത്തേക്ക്. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് ടേക്ക് കെയർ ചെയ്യുക. ഈ കാര്യത്തിലേക്ക് വരാം. ആദ്യം തൊട്ടുള്ള എക്സ്പീരിയൻസ് പറഞ്ഞു തരാം. നമ്മൾ റിസോർട്ടിൽ വന്ന സമയം, ഫസ്റ്റ് വന്ന് കാർ കയറിയ സമയം, അവിടെ കാർസ് ഫുള്ളി പാർക്ക്ഡ് ആയിരുന്നു. പാർക്കിംഗ് ഏരിയ എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിൽ മാത്രം കുറച്ച് ഏരിയ ഉള്ളൂ. അവിടെ കാർ ഇങ്ങനെ നിറഞ്ഞ് 2 കാറൊക്കെ ഇങ്ങനെ അടുപ്പിച്ച് അതായത് ബാക്ക് ടു ബാക്ക് ഒക്കെ പാർക്ക് ചെയ്തിരിക്കുകയായിരുന്നു. അവിടെ ഒരു സെക്യൂരിറ്റിയെ പോലും കണ്ടില്ല. അപ്പോൾ അമല അത് വീഡിയോയിൽ പറയുന്നുണ്ട്. മീൻസ് നമ്മളിപ്പോൾ പാർക്ക് ചെയ്താൽ തന്നെ ബാക്കിൽ ഇട്ടിരിക്കുന്ന കാറിനെ എടുത്തുകൊണ്ട് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്.
കീ വാങ്ങിക്കാൻ പോലും ഒരു സെക്യൂരിറ്റി ഇല്ലായിരുന്നു. എന്നെ കാറെടുത്ത് പുറത്ത് പാർക്ക് ചെയ്തു. ഓക്കെയാണ്, സേഫാണോ അല്ലേന്നൊന്നും അറിയത്തില്ല. അവിടെ തെങ്ങൊക്കെ ഉണ്ടായിരുന്നു, ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തൊക്കെയാണ് പാർക്ക് ചെയ്തത്. പാർക്ക് ചെയ്തിട്ട് വന്നപ്പോഴത്തേക്ക് നമ്മളിപ്പോൾ ഈ കോവിഡ് സമയത്ത് ഏത് ചെറിയൊരു ഹോട്ടലിൽ പോയാലും ആദ്യം കാണുന്നത് എന്താ, ഒരു ടെമ്പറേച്ചർ ചെക്കും അതുപോലെ തന്നെ ഒരു സാനിറ്റൈസർ അവിടെ വെച്ചേക്കും. അപ്പോൾ സാനിറ്റൈസർ ഉണ്ടായിരുന്നു, പക്ഷേ ടെമ്പറേച്ചർ ചെക്കില്ല. സാധാരണ ഈ ഫ്രണ്ടിൽ കാണുന്ന സെക്യൂരിറ്റി ചേട്ടന്മാർ തന്നെയാണ് ഈ പണിയും ചെയ്യുന്നത്. ടെമ്പറേച്ചർ ചെക്ക് ചെയ്തിട്ട് നമ്മുടെ പേരും ഫോൺ നമ്പറും അവിടെ എഴുതി വെക്കും. അത് അവർക്ക് കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഇൻ കേസ് എന്തെങ്കിലും കോവിഡ് കേസസ് വന്നാലും അങ്ങനെ എന്തെങ്കിലും. പക്ഷേ അങ്ങനെ ഒരു സംഭവം ഇല്ലായിരുന്നു. ഞങ്ങൾ റിസപ്ഷൻ ഏരിയയിൽ ചെന്നു. അപ്പോൾ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. വെയിറ്റ് ചെയ്തിട്ട് ഒരു ചേട്ടൻ വന്നിട്ട് പറഞ്ഞു റൂം തരാൻ പറ്റില്ല, 15 പേർക്ക് തരാൻ പറ്റും. അപ്പോൾ ഓക്കെയാണ്, അത് മനസ്സിലാവും. കാരണം ഇപ്പോൾ എല്ലാ ഹോട്ടൽസിനും തരാൻ പറ്റില്ല. പക്ഷേ എന്നാലും ഞാൻ ഫാമിലിയായിട്ട് ഡേ ഔട്ട് എടുത്തിട്ടുള്ള എല്ലാ റിസോർട്ട്സിലും എനിക്ക് അവർ കോംപ്ലിമെൻ്ററി റൂം തന്നിട്ടുണ്ട്. പക്ഷേ പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് റൂം വേണമെന്ന് തോന്നി. അപ്പോൾ അതാണ് ഫസ്റ്റ് കാര്യം പറയുന്നത്. പിന്നെയാണ് നമ്മുടെ F&B ചേട്ടൻ ലിമിറ്റഡ് മെനു ആയിട്ട് വന്നിട്ട് ഞങ്ങളെ ലിമിറ്റ് ചെയ്ത് കൺട്രോൾ ചെയ്ത് ഓർഡർ ചെയ്യിപ്പിച്ചു. ഇത് കൂടിപ്പോവും, ഇത് എടുക്കണ്ട, ഇത് ഒന്നെടുത്താൽ മതി, ഇത് എടുക്കണ്ട, ഈ ഡിഷ് എടുക്കണ്ട. അതുപോലെ തന്നെ ഐസ്ക്രീമിൽ ഡിസേർട്ടിൽ സെലക്ഷനിൽ ഇത്രയും ലിമിറ്റ് ഉണ്ട്, നിങ്ങൾ ഇങ്ങനെ എടുത്താൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ 2 സ്കൂപ്പേ ഞാൻ തരും, അങ്ങനെയുള്ള ഇതൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഈ വീഡിയോയിൽ കൂടുതലും റിസോർട്ടിൻ്റെ പോസിറ്റീവ്സ് ആണ് പറയുന്നത്. കാരണം ഞങ്ങൾക്കും പിള്ളേർക്കും ഒക്കെ ആംബിയൻസ് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഈ F&B ഏരിയ, ഈ റെസ്റ്റോറൻറ്റ് ഏരിയയിൽ നിന്ന് ഭയങ്കര മോശമായ സർവീസാണ്. അതുപോലെ തന്നെ ഡിലേ. ഞങ്ങൾ വന്നിരുന്നിട്ട് ഒരു 20 മിനിറ്റ് കഴിഞ്ഞാണ് സൂപ്പ് വരുന്നത്. അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ടാണ് നമുക്ക് ഫുഡ് സെർവ് ചെയ്യാൻ തുടങ്ങുന്നത്. അങ്ങനെ ഒരുപാട് ഡിലേ. അതുപോലെ വൈകിട്ട് ചായ കുടിക്കാൻ വന്നപ്പോഴും ഞങ്ങൾ കുറേ നേരം ഇരുത്തിച്ചിട്ടാണ് ഒരു ചായ വന്ന് ഓർഡർ എടുക്കുന്നത്. ഓർഡർ എടുത്തിട്ട് ഒരു പോർഷനിൽ 2 കപ്പ് ഓഫ് ചായ വരുമെന്ന് പറഞ്ഞു. എന്നിട്ട് അവർ കറക്റ്റ് കൊണ്ടുവന്നിട്ട് എല്ലാവർക്കും ഓരോ ചെറിയ കപ്പ് ചായ സെർവ് ചെയ്തു. അപ്പോൾ എല്ലാവരും ടയേർഡായിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് ഒരു കപ്പ് ചായയും കൂടെ കിട്ടിയാൽ കൊള്ളാമെന്ന് പറഞ്ഞു. കാരണം ഒരുപാട് ടയേർഡാണ്. നമ്മളാണെങ്കിൽ നമുക്കങ്ങനെ തോന്നും. അപ്പം ജസ്റ്റ് ചോദിച്ചപ്പോഴത്തേക്കും പുള്ളി പറഞ്ഞു ഇല്ല, ലിമിറ്റഡ് ആണ്, ഒരു പയ്യൻ. എന്നിട്ട് പുള്ളി മാറി നിന്നു. പിന്നെ ഞാൻ കുറച്ച് വെള്ളം ചോദിക്കാനായിട്ട് പുള്ളിയെ നോക്കിയിട്ട് പുള്ളി ദൂരെ നിന്ന് നോക്കുന്നുണ്ട്, പക്ഷെ ഞങ്ങളെ അപ്രോച്ച് ചെയ്യുന്നില്ല. ഞങ്ങൾ ഇനി എന്തെങ്കിലും ചോദിച്ചാലോ എന്നുള്ളൊരു പേടി കൊണ്ടാണ്. അപ്പോൾ അതൊക്കെ ഭയങ്കര മോശമായിട്ട് ഫീൽ ചെയ്തു. അതുപോലെ തന്നെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് നമ്മൾ ഏത് ഹോട്ടലിൽ ഏത് റിസോർട്ടിൽ പോയാലും മീൻസ് അറ്റ്ലീസ്റ്റ് വെറും കുഞ്ഞ് റെസ്റ്റോറൻറ്റിലാണ് ഇത് കാണത്തില്ല. വലിയ ഹോട്ടലിലും റിസോർട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ അവർ വന്ന് ഈ F&B മാനേജറിൻ്റെ കടമയാണ്. വന്നിട്ട് അവർ ചോദിക്കും, സാർ ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു, ഫുഡ് ഇഷ്ടപ്പെട്ടോ, നിങ്ങൾക്ക് ഇനി ഫുഡ് വേണം. അങ്ങനെ ആരും ഇവിടെ വന്നില്ല. അതായത് നമ്മൾ ഫുഡ് ഇനി ഓർഡർ ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് ഒന്നാമത്തെ കാര്യം. അതുപോലെ തന്നെ ഫുഡിൻ്റെ ഫീഡ്ബാക്ക് എടുക്കാനോ, അതുപോലെ തന്നെ ഞങ്ങളുടെ റിസോർട്ടിൽ നിന്ന് ഇറങ്ങുന്നവരാരും ഫീഡ്ബാക്ക് എടുക്കാനോ ഒന്നും വന്നില്ല. റിസോർട്ടിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഫുഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ, നിങ്ങൾക്ക് ഫുഡ് മതിയായോ, ഇങ്ങനെ ഒന്നും ചോദിക്കാൻ ആരും വന്നിട്ടില്ല. അപ്പോൾ എന്നിട്ടാണ് ഈ നെഗറ്റീവ് കമൻസ് കൊണ്ട് ഇപ്പം നിറയ്ക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഈ രമേശ് F&Bയും പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി റിസോർട്ടിൽ ഇറ്റ്സ് നോട്ട് മൈ റിസോർട്ട്, പുള്ളിയുടെ റിസോർട്ടല്ല. ഐ യൂസ് ടു വർക്ക് ദെയർ ബിഫോർ ബ്രോ, ബട്ട് യു ക്യാൻ ഓൾവേസ് എൻക്വയർ അബൌട്ട് ദ ഇൻക്ലൂഷൻസ് ബിഫോർ ടേക്കിംഗ് എ പാക്കേജ്. നമ്മൾ എൻക്വയറി ചെയ്തില്ലെങ്കിൽ ഇങ്ങോട്ട് നമുക്ക് ഡീറ്റെയിൽസ് പറഞ്ഞു തരാനുള്ള കടമയുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വാട്സാപ്പ് വഴിയോ ഇമെയിൽ വഴിയോ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അയക്കാനുള്ളൊരു കടമയുണ്ട്. ഇപ്പോൾ പുള്ളി അവിടെ വർക്ക് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. പിന്നെ പുള്ളി എന്തിനാണ് ഇത്രയും നെഗറ്റീവ് കമൻറ്റ്സ് ഇടുന്നതെന്ന് എനിക്കറിയില്ല. ഏതർ പുള്ളി കള്ളം പറയുന്നതായിരിക്കും, അല്ലെങ്കിൽ പുള്ളിയുടെ ഫ്രണ്ട്സ് ആരെങ്കിലും വർക്ക് ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും മാനേജ്മെൻറ്റുമായിട്ട് ടൈപ്പ് ഉണ്ടാവും. അപ്പോൾ ഇത്രയും പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഒരുപാട് റെസ്റ്റോറൻറ്റ്സും റിസോർട്ട്സും ഒക്കെ വിസിറ്റ് ചെയ്യാറുള്ളവരാണ്. നിങ്ങൾക്കറിയാം, ഞങ്ങൾ ട്രാവൽ ഒരുപാട് ചെയ്യുന്നവരാണ്. അപ്പോൾ പോസിറ്റീവ് എക്സ്പീരിയൻസും നെഗറ്റീവ് എക്സ്പീരിയൻസും ഒക്കെ ഉണ്ടാവും. കാരണം ഞങ്ങൾ മറ്റ് ചില യൂട്യൂബേഴ്സ്, കുറ്റം പറയുന്നതല്ല, പലരും യൂട്യൂബ് വെച്ചാണ് ജീവിക്കുന്നത്. അപ്പോൾ അവർ ചെയ്യുന്ന പോലെ പെയ്ഡായിട്ടല്ല ചെയ്യുന്നത്. ഞങ്ങൾ പോയിട്ട് ഞങ്ങൾ യൂട്യൂബർ ആണെന്നോ വീഡിയോ ചെയ്യുന്നെന്നോ പ്രൊമോട്ട് ചെയ്യുന്നോ ഒന്നും പറയാതെ ഞങ്ങൾ എല്ലാ റിസോർട്ടിലും പോയി അവിടെ നിന്നിട്ട് അവിടെ ബെസ്റ്റ് ആണെങ്കിൽ ബെസ്റ്റ് എന്ന് പറയും. ഇപ്പോൾ പൂവാറിൻ്റെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ഞങ്ങൾ ഇനിയും പോകും. അപ്പോൾ ഞങ്ങൾ ആരെയൊന്നും കാശോ പെയ്ഡായിട്ടുള്ള റിവ്യൂസ് ഒന്നുമല്ല ചെയ്യുന്നത്, ജെന്യുവിൻ ആയിട്ടുള്ള ഇതാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു നെഗറ്റീവ് ഇടണമെന്ന് എനിക്ക് താല്പര്യമില്ല. എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് റിസോർട്ട്സ് ആണ്. ഞങ്ങൾ ടീം ഔട്ടിംഗ് ഒക്കെ അവിടെ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. മീൻസ് 60 പേരൊക്കെയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, ഗസ് ചെയ്യാം, റേറ്റൊക്കെ മീൻസ് ഒരു 60,000-70,000 ഒക്കെ കൊടുത്തിട്ടാണ് ഞങ്ങൾ ഒരു ഡേ ഔട്ടിംഗ് ഒക്കെ എടുക്കുന്നത്. അപ്പോൾ ഉണ്ടായിരുന്ന ഒരു സർവീസും ഇപ്പോഴുള്ളൊരു സർവീസും തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. മീൻസ് പല കാര്യങ്ങളിലും. അപ്പോൾ സർവീസ് ഇതുപോലെ നല്ലതായിട്ട് പെരുമാറുന്ന ആളുകളൊക്കെ ഒരുപാട് പേരുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ പോയപ്പോൾ അങ്ങനെ ആരെയും കണ്ടില്ല. എനിക്കറിയില്ല എന്താണ് സംഭവിച്ചതെന്ന്. ഇപ്പോൾ നെഗറ്റീവായിട്ട് ചെയ്യണമെന്നൊന്നും ഇല്ലായിരുന്നു. ഫീഡ്ബാക്ക് ആയിട്ടാണ് പറഞ്ഞത്, ഇമ്പ്രൂവ് ചെയ്യാനായിട്ട്. അതായത് ഇനി വരും കസ്റ്റമേഴ്സിന് കുറച്ചുകൂടെ ക്വാളിറ്റി സർവീസ് പ്രൊവൈഡ് ചെയ്യണമെന്ന് വിചാരിച്ചാണ് പറഞ്ഞത്. പക്ഷേ ഇവർ അത് നെഗറ്റീവായിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇവർ മാനേജ്മെൻറ്റുമായിട്ട് ബന്ധമുള്ളവരാണോ
അല്ലാത്തവരാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എന്തായാലും എല്ലാവരോടും പറയാനുള്ളത്, നിങ്ങൾ ഈ ഒരു ആറ്റിറ്റ്യൂഡ് കസ്റ്റമേഴ്സിനോട് ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞ പോലെ ഹി വാണ്ട് ഫ്രീ ഫുഡ് ആൻഡ് കോംപ്ലിമെൻ്ററി റൂം ഫോർ എ പോസിറ്റീവ് റിവ്യൂ, ഈ ഒരു ആറ്റിറ്റ്യൂഡ് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എവിടെ എത്തില്ല. അത്രേ എനിക്ക് പറയാനുള്ളൂ. രമേശ് FNB, ഈ രമേശ് FNB എവിടെയാണ് വർക്ക് ചെയ്യുന്നത്, പുള്ളിയുടെ ഒറിജിനൽ ഇതൊന്നും എനിക്കറിയില്ല, ഫേക്ക് അക്കൗണ്ടാണോ അറിയില്ല. പക്ഷെ പുള്ളി വർക്ക് ചെയ്യുന്ന ഹോട്ടലോ റിസോർട്ടോ എവിടെയായാലും എന്തായാലും നല്ല വേസ്റ്റ് സർവീസ് ആയിരിക്കും പുള്ളി ഓഫർ ചെയ്യുന്നത്. ഈ ഫുഡൊക്കെ ഇങ്ങനെ ലിമിറ്റ് ചെയ്ത് ഓർഡർ ചെയ്യുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഭയങ്കര ബാഡ് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് ആ പാർക്കിംഗ് തൊട്ട് ഇറങ്ങുന്ന സമയം വരെ, ഇറങ്ങുന്ന സമയത്ത് പോലും ആരും വന്നിട്ട് ഫീഡ്ബാക്ക് ചോദിച്ചില്ല, സാർ എങ്ങനെ ഉണ്ടായിരുന്ന റിസോർട്ടിലെ ഡേ ഔട്ട് എക്സ്പീരിയൻസ്. ദേ ജസ്റ്റ് ഡോണ്ട് കെയർ. ആ ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു. അത് എനിക്ക് മാത്രം തോന്നിയതല്ല, എൻ്റെ ഫാമിലിയിൽ എല്ലാവർക്കും തോന്നിയൊരു കാര്യമാണ്. അപ്പോൾ അമ്മയും ഇടയ്ക്ക് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഇറങ്ങാൻ നേരത്തും ആരും ചോദിച്ചില്ല, ഇതൊന്നും ചോദിച്ചില്ല. അപ്പോൾ ഇപ്പോഴെനിക്ക് പറയാനുള്ളത്, ഒരു വേസ്റ്റ് കസ്റ്റമർ സർവീസാണ്. കസ്റ്റമർ സർവീസിൽ ഇമ്പ്രൂവ് ചെയ്യാൻ ലോട്ട് ഓഫ് റൂം ഉണ്ട്. അപ്പോൾ എന്തായാലും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യുക. രമേശ് FNBനോടും പിന്നെ ഇതിൽ കമൻറ്റ് ചെയ്ത സൂപ്പർ റിസോർട്ട്, വാല്യൂ ഫോർ മണി എന്നൊക്കെ കമൻറ്റ് ചെയ്ത പുള്ളിയുടെ സുഹൃത്തുക്കളോടുമാണ് സ്പെഷ്യലായിട്ട് പറയാനുള്ളത്. നിങ്ങൾക്ക് പറ്റിയാൽ നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യുക. ഞങ്ങൾ എന്തായാലും ഇനി ഈ റിസോർട്ടിൽ വരില്ല, കാരണം അത്രയ്ക്കും ബാഡ് എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഇതാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾ ഇത്രയൊക്കെ പറഞ്ഞതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ തന്നെ ചെയ്ത് ഇത്രയും നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഏരിയാസ് ചൂണ്ടിക്കാണിക്കുന്നതും. അല്ലെങ്കിൽ ഞങ്ങൾ പറയത്തില്ല, ഞങ്ങൾ ആ വീഡിയോയുടെ കൂടെ ആ ഒരു ഫ്ലോയിൽ ഞങ്ങൾ ഹാപ്പി അല്ലാത്ത ഇൻസ്റ്റൻസസ് പറഞ്ഞു പോയതേ ഉള്ളൂ. പക്ഷെ അതിൽ ഇതുപോലും ഇല്ലായിരുന്നു. അപ്പം ഞങ്ങളോട് മര്യാദയ്ക്ക് പെരുമാറിയ 2 പേരുണ്ട്. ഒന്ന് ആ റിസോർട്ടിൻ്റെ താഴെ മറ്റേ ബീച്ചിലോട്ട് എക്സിറ്റ് ചെയ്യുന്ന ഒരു ഗേറ്റ് ഉണ്ട്, അവിടെ നിന്ന് സെക്യൂരിറ്റി ചേട്ടൻ മര്യാദയ്ക്കാണ് പെരുമാറിയത്. പിന്നെ ഈ റെസ്റ്റോറൻറ്റിൽ നിന്നൊരു കണ്ണാടി വെച്ച് അത്യാവശ്യം പ്രായമായിട്ടുള്ളൊരു ചേട്ടനുണ്ട്. അപ്പോൾ പുള്ളിയും ഭയങ്കര ഇതായിട്ടാണ് ഞങ്ങളോട് പെരുമാറിയത്. അതുകൊണ്ട് ഞങ്ങൾ പുള്ളിക്ക് ടിപ്പ് കൊടുക്കുകയും ചെയ്തു. ഞങ്ങൾ നോർമലി റിസോർട്ടുകളിലൊക്കെ പോകുമ്പോഴത്തേക്കും ഞങ്ങൾ സർവീസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ടിപ്പ് കൊടുക്കാറുണ്ട്, മീൻസ് വലിയ ടിപ്പ് തന്നെ കൊടുക്കാറുണ്ട്. പക്ഷേ ആദ്യമായിട്ടാണ് ഇവിടെ ടിപ്പ് വേറെ ആർക്കും ഞങ്ങൾ ടിപ്പ് കൊടുത്തില്ല. കാരണം ഞാൻ പറഞ്ഞ പോലെ ഈ ഫുഡ് സെർവ് ചെയ്യുന്നവർ എന്നെ ദൂരെ മാറി നിൽക്കുകയാണ്. ഞങ്ങളുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ എന്തെങ്കിലും റിക്വസ്റ്റ് ചെയ്താലോ എന്നുള്ളൊരു പേടിയിൽ, മീൻസ് വെള്ളം പോലും വാങ്ങിക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ ആകെ ഈ 2 പേരാണ് നല്ല സർവീസ് ഓഫർ ചെയ്തത്. അപ്പോൾ അവർക്ക് എന്തായാലും താങ്ക്സ് ഉണ്ട്. ഇത് പോസിറ്റീവായിട്ട് എടുക്കുക. നിങ്ങൾ നെഗറ്റീവായിട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ തമ്മിലടിച്ച് നിൽക്കാനേ പറ്റൂ. ഇത്രയും നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്തിട്ട് ഇനി വരുന്ന കസ്റ്റമേഴ്സിനെങ്കിലും നല്ലൊരു സെർവ് ചെയ്യണമെന്നാണ് എൻ്റെ റിക്വസ്റ്റ്. താങ്ക് യു. സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി. നിങ്ങൾക്ക് ഞങ്ങളുടെ സൈഡിലാണ് ന്യായം എന്ന് തോന്നുന്നെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം. അല്ലാത്തവർക്ക് ഞങ്ങളുടെ ചാനൽ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകാം, കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും താങ്ക് യു, ബൈ.